ന്യൂസ് പ്ലസ് ഒന്നാമത്തെ വിഷയത്തിലേക്ക്, ഇന്നത്തെ പ്രധാനപ്പെട്ട വിഷയത്തിലേക്ക് കടക്കുകയാണ്. കോഴിക്കോട് മെഡിക്കൽ കോളേജിലെ അപകട മരണത്തിൽ 3 പേരുടെ മരണം പുക ശ്വസിച്ചല്ലെന്ന് പ്രാഥമിക പോസ്റ്റ്മോർട്ടം റിപ്പോർട്ട്. ചികിത്സയിലിരിക്കെ മരിച്ച 3 പേരുടെ മരണത്തിൽ അസ്വാഭാവികതയില്ലെന്ന് പോസ്റ്റ്മോർട്ടം റിപ്പോർട്ട് പറയുന്നു. 2 പേർ മരിച്ചത് ആത്മഹത്യാ ശ്രമത്തെ തുടർന്നാണ്. 5 പേരുടെ മൃതദേഹങ്ങൾ ബന്ധുക്കൾക്ക് കൈമാറി. വിവരങ്ങളുമായി കോഴിക്കോട് നിന്ന് അനൽക നമുക്കൊപ്പം ചേരുകയാണ്. അനൽക, എന്തൊക്കെയാണ് ഈ പ്രാഥമിക പോസ്റ്റ്മോർട്ടം റിപ്പോർട്ടിൽ പറയുന്നത്? ബിനിൽ സൂചിപ്പിച്ചതുപോലെ തന്നെയാണ്. അതായത് 5 പേരുടെ മൃതദേഹമാണ് ഇന്ന് കോഴിക്കോട് മെഡിക്കൽ കോളേജിൽ വെച്ച് പോസ്റ്റ്മോർട്ടം ചെയ്ത്. ഈ പോസ്റ്റ്മോർട്ടത്തിന്റെ പ്രാഥമിക വിവരങ്ങളാണ് ഇതുമായി ബന്ധപ്പെട്ട് ഇപ്പോൾ പുറത്തു വന്നിട്ടുള്ളത്. ഇതിൽ പോസ്റ്റ്മോർട്ടം ചെയ്തിട്ടുള്ള ഗോപാലൻ, ഗംഗാധരൻ, സുരേന്ദ്രൻ, അതോടൊപ്പം തന്നെ ഗംഗ, നസറി, 5 പേരുടെ മൃതദേഹങ്ങളാണ് ഇന്ന് കോഴിക്കോട് മെഡിക്കൽ കോളേജിൽ വെച്ച് പോസ്റ്റ്മോർട്ടം ചെയ്തിട്ടുള്ളത്. ഇതുമായി ബന്ധപ്പെട്ട് ആദ്യം പറഞ്ഞിട്ടുള്ള 3 പേരുടെ മരണം, അതായത് ഇന്നലെ ഇതുമായി ബന്ധപ്പെട്ട് പുക ശ്വസിച്ചുകൊണ്ട് അല്ലെങ്കിൽ പുക ശ്വാസകോശത്തിൽ എത്തിയിട്ടല്ല ഇവർ ഇത്തരത്തിലൊരു മരണം സംഭവിച്ചിരിക്കുന്നത് എന്നൊരു കാര്യമാണ്, പ്രാഥമികമായിട്ടുള്ള കാര്യമാണ് ഇത്തരത്തിൽ പുറത്തു വന്നിട്ടുള്ളത്. ഇതിൽ 3 പേരും ഗുരുതരമായ രോഗങ്ങൾ കാരണം ഈ കോഴിക്കോട് മെഡിക്കൽ കോളേജ് ആശുപത്രിയിൽ തന്നെ ചികിത്സയിലായിരുന്നു. ഇതുമായി ബന്ധപ്പെട്ട് ഇവർ മരിക്കാനുണ്ടായുള്ള സാഹചര്യം എന്ന് പറയുന്നത്, അതായത് ഗുരുതരമായൊരു രോഗമാണ് ന്യൂമോണിയ. അതോടൊപ്പം തന്നെ ഈ ശ്വാസതടസ്സം ഉൾപ്പെടെയുള്ള, അതായത് ഗംഗാധരൻ വെന്റിലേറ്ററിലായിരുന്നു. അതോടൊപ്പം തന്നെ ന്യൂമോണിയ അടക്കമുള്ള ഗുരുതര രോഗങ്ങൾ മൂലം കോഴിക്കോട് മെഡിക്കൽ കോളേജിൽ ഇവർ ചികിത്സയിലായിരുന്നു. അതോടൊപ്പം തന്നെ പശ്ചിമ ബംഗാൾ സ്വദേശിയായിട്ടുള്ള ഗംഗ, അതോടൊപ്പം തന്നെ വയനാട് സ്വദേശിയായിട്ടുള്ള നസീറ എന്നിവരുടെ പോസ്റ്റ്മോർട്ടം വിവരങ്ങൾ ഇത് ലഭ്യമായിട്ടില്ല. ഇതുമായി ബന്ധപ്പെട്ട് ഇവർ ഈ അവസാനം പറഞ്ഞ 2 പേരും ഈ ആത്മഹത്യ എന്നാണ് പോലീസ് ഇത്തരത്തിൽ രേഖപ്പെടുത്തിയിട്ടുള്ളത്. അവർ ഈ കോഴിക്കോട് ഇതിൽ ഗംഗ എന്ന് പറയുന്ന പശ്ചിമ ബംഗാൾ സ്വദേശിനി ഈ കോഴിക്കോട് മെഡിക്കൽ കോളേജിൽ എത്തുന്നതിന് മുമ്പേ മരണം സംഭവിക്കുകയും ചെയ്തിരുന്നു. അതോടൊപ്പം തന്നെ ഇന്നലെ ഇത്തരത്തിലൊരു കോഴിക്കോട് മെഡിക്കൽ കോളേജിൽ ഇത്തരത്തിലൊരു സംഭവം ഉണ്ടായ സംഭവത്തിൽ തന്നെ കൽപ്പറ്റ MLA ടി സിദ്ദീഖ് ഈ നസീറയെ വെന്റിലേറ്ററിൽ നിന്ന് മാറ്റുന്ന സമയത്താണ് ഇത്തരത്തിൽ നസീറയുടെ ജീവൻ നഷ്ടപ്പെടുന്ന കാര്യം ഒരു അത്തരത്തിൽ ആരോപണം ഉന്നയിച്ചിരുന്നു. അതോടൊപ്പം തന്നെ ഈ ആദ്യം സൂചിപ്പിച്ചിട്ട് 3 പേരുടെയും ഈ ആന്തരിക അവയവങ്ങൾ കൂടുതൽ പരിശോധനയ്ക്ക് വിധേയമാക്കും. അതോടൊപ്പം തന്നെ ഇതുമായി ബന്ധപ്പെട്ട് നിലവിൽ ഇനി ഈ 5 പേരുടെ മൃതദേഹം കോഴിക്കോട് മെഡിക്കൽ കോളേജിൽ പോസ്റ്റ്മോർട്ടത്തിന് ശേഷം ബന്ധുക്കൾക്ക് വിട്ടു നൽകുകയും ചെയ്തിട്ടുണ്ട്. ഇതുമായി ബന്ധപ്പെട്ട് വ്യക്തമാണ്. അനൽക സീതാണ് വിശദമായ വിവരങ്ങൾ നൽകിക്കൊണ്ടിരിക്കുന്നത്. ബന്ധുക്കൾക്ക് മൃതദേഹം ഉൾപ്പെടെ വിട്ടു നൽകിയിരിക്കുന്നു. ഉയർന്ന ആരോപണങ്ങൾ പോലെ പുക ശ്വസിച്ചല്ല ഇവരുടെ മരണം എന്നുള്ളതാണ് ഇപ്പോൾ പ്രാഥമിക പോസ്റ്റ്മോർട്ടം റിപ്പോർട്ടിൽ കണ്ടെത്തിയിട്ടുള്ളത്. 3 പേരുടെ മരണം മായി ബന്ധപ്പെട്ട ദുരൂഹതകൾ ഇതോടെ അവസാനിക്കുകയാണ്. 2 പേർ ആത്മഹത്യാ ശ്രമത്തെ തുടർന്നാണ് മരിക്കുകയും ചെയ്തത് എന്ന് കണ്ടെത്തിയിരിക്കുകയാണ്. എന്നാലും ഈ പുകയിൽ ഒരുപാട് ചോദ്യങ്ങൾ ഉയരുന്നുണ്ട്. ആ ചോദ്യങ്ങളാണ് നമ്മൾ ഇന്ന് ന്യൂസ് പ്ലസിൽ ഉന്നയിക്കുന്നത്. LG ലിജീഷ് CPIM പ്രതിനിധി കോഴിക്കോട് തത്സമയം നമുക്കൊപ്പം ചേരുകയാണ്. ശ്രീ LG ലിജീഷ്, സ്വാഗതം ന്യൂസ് പ്ലസിൽ അതിഥിയായി എത്തിയതിന്. ഇതിപ്പോൾ ഈ പോസ്റ്റ്മോർട്ടം റിപ്പോർട്ടിന്റെ പ്രൈമറി റിപ്പോർട്ട് ഇപ്പോൾ പുറത്തു വന്നിരിക്കുകയാണ്. അതിന്റെ വിവരങ്ങൾ ഞങ്ങളുടെ റിപ്പോർട്ടർ ഇപ്പോൾ ചൂണ്ടിക്കാട്ടിയത് അങ്ങ് കേട്ടിട്ടുണ്ടാകും. അതങ്ങനെ ആയിരിക്കുമ്പോൾ പോലും രാജ്യത്തെ ഏറ്റവും മികച്ച ആരോഗ്യ മേഖല എന്ന് പുകൾപ്പെട്ടിട്ടുള്ള കേരളത്തിന്റെ ആരോഗ്യ മേഖലക്കേറ്റ ഒരു കറുത്ത പാട് തന്നെയല്ലേ ഈ അപകടം? അതല്ല എന്ന് പറയാൻ സാധിക്കുമോ? സംസ്ഥാനത്തെ ആരോഗ്യ വകുപ്പിന് ഇതിലെ ധാർമ്മിക ഉത്തരവാദിത്തത്തിൽ നിന്ന് മാറി നിൽക്കാൻ സാധിക്കുമോ ശ്രീ ലിജീഷ്? ഇല്ല, ഇതിനകത്ത് സംഭവിക്കാൻ പാടില്ലാത്ത കാര്യങ്ങൾ തന്നെയാണ് സംഭവിച്ചത്. അതിനകത്ത് എങ്ങനെയാണ് ഈ വിഷയങ്ങൾ വന്നത് എന്നതിനെ സംബന്ധിച്ച് ഒരു സർക്കാരിന്റെ മുമ്പിൽ ഒരു വിഷയം ഉണ്ടായി കഴിഞ്ഞാൽ അത് ഗൗരവപൂർവ്വം പരിശോധിക്കുക എന്നുള്ളതാണ് ഏറ്റവും പ്രധാനം. അത് സംബന്ധിച്ചുള്ള അന്വേഷണത്തെ സംബന്ധിച്ചെല്ലാം ഇന്ന് ആരോഗ്യമന്ത്രി, ബഹുമാനപ്പെട്ട ആരോഗ്യമന്ത്രി വീണ ജോർജ് മെഡിക്കൽ കോളേജ് സന്ദർശിച്ചതിന് ശേഷം അവിടെ ഇപ്പൊ അന്വേഷണങ്ങൾ പ്രഖ്യാപിച്ചിട്ടുണ്ട്. മെഡിക്കൽ സംഘം അതിന്റെ ഭാഗത്ത് അന്വേഷണം നടത്തുന്നുണ്ട്. 2 കേസുകൾ ഇതുമായി ബന്ധപ്പെട്ട് രജിസ്റ്റർ ചെയ്തിട്ടുണ്ട്. അതുമായി ബന്ധപ്പെട്ട് പോലീസ് അന്വേഷണം നടത്തുന്നുണ്ട്. ഇന്നലെ ചില പരാതികൾ ഇതുമായി ബന്ധപ്പെട്ട് ഉയർന്നു വന്നിരുന്നു. അത് പരിശോധിക്കാൻ വേണ്ടി തന്നെ പ്രത്യേക ടീമിനെ സജ്ജമാക്കിയിരുന്നു. പോസ്റ്റ്മോർട്ടം അതുമായി ബന്ധപ്പെട്ട കാര്യങ്ങളെല്ലാം വരുന്നതോടുകൂടെ ആരോപണങ്ങളെല്ലാം ആ രൂപത്തിൽ ഉന്നയിച്ചതിൽ വസ്തുതയുണ്ടോ എന്ന് മനസ്സിലാവുന്നു. ഇപ്പോൾ പ്രാഥമികമായ അന്വേഷണ റിപ്പോർട്ട് ഇപ്പോൾ കഴിഞ്ഞിട്ടുണ്ട്. ആ നിലയിലാണ് ഗവൺമെന്റ് ഇതിനെ സമീപിക്കുന്നത്. നമുക്കിതിനകത്ത് സൂചിപ്പിക്കേണ്ട ഒരു പ്രധാനപ്പെട്ട കാര്യം, ഇത്തരം വിഷയങ്ങൾ ഉണ്ടാകുമ്പോൾ, പാടില്ലാത്ത വിഷയമാണ് ഇത് സംഭവിച്ചത്. വിഷയങ്ങൾ ഉണ്ടാകുമ്പോൾ കുറച്ചു അവധാനതയോടെ നമ്മൾ പ്രതികരിക്കാനും ഇടപെടാനും നമുക്ക് കഴിയണം. അപ്പൊ നമ്മുടെ രാഷ്ട്രീയ നേതൃത്വം എന്നൊക്കെ പറഞ്ഞാൽ കേരളത്തിലെ പ്രബുദ്ധമായ രാഷ്ട്രീയ നേതൃത്വമായി നിലകൊള്ളേണ്ടതാണ്. ഇത്തരം അപകടങ്ങൾ ഉണ്ടാകുമ്പോൾ തെറ്റായ പ്രസ്താവനകൾ നടത്തുകയും
അദ്ദേഹവുമായിട്ടുള്ള സംസാരത്തിൽ എന്തോ ഒരു തകരാർ നേരിടുന്നുണ്ട്. താങ്കൾക്ക് തുടരാം. ആവശ്യപ്പെടാം. ഓക്കെ, ശ്രീ ലിജീഷ് പറഞ്ഞത് വ്യക്തമാണ്. ചെറിയ ഒരു തകരാർ നേരിട്ടു. അതുമായി ബന്ധപ്പെട്ട് തന്നെയാണ് അടുത്ത ചോദ്യം ചോദിക്കാനുള്ളത്. ഇതിപ്പോൾ അവധാനതയോടുള്ള പെരുമാറ്റം വിവിധ രാഷ്ട്രീയ പ്രസ്ഥാനങ്ങളുടെ ഭാഗത്ത് നിന്ന് ആരോപണങ്ങളായി ഉണ്ടായപ്പോൾ ഉയർന്നില്ല എന്ന് പറയുന്നു. പക്ഷേ അപ്പോഴും ഇതൊരു പുതിയ ബ്ലോക്കാണല്ലോ. നമുക്കറിയാവുന്നത് പോലെ തന്നെ ഒരു പ്രധാനപ്പെട്ട പദ്ധതിയുടെ ഭാഗമായി നിർമ്മിച്ചിട്ടുള്ള ഒരു പുതിയ ബ്ലോക്കാണ്. സംസ്ഥാനത്തിന് ആകെ അഭിമാനകരമാവുന്ന രീതിയിൽ പ്രവർത്തിക്കുന്നതാണ് നമ്മുടെ ആരോഗ്യ സംവിധാനം എന്ന് നിലനിൽക്കെ കോഴിക്കോട് മെഡിക്കൽ കോളേജിൽ ഇത് ഉണ്ടാകുമ്പോൾ ഉള്ള പ്രധാനപ്പെട്ട പ്രശ്നങ്ങളിലൊന്ന് തുടർച്ചയായ ഈ ആരോഗ്യ പ്രശ്നങ്ങൾ അല്ലെങ്കിൽ ഉത്തരവാദിത്ത രാഹിത്യം ഈ മെഡിക്കൽ കോളേജിന്റെ ഭാഗത്തു നിന്ന് ഉണ്ടാകുന്നു എന്ന് പല വിധത്തിലുള്ള പരാതിയുണ്ട്. അതിപ്പോൾ ഹർഷിനിയുടെ വയറ്റിൽ കത്രിക കുടുങ്ങിയ സംഭവമാണെങ്കിലും അങ്ങനെ പല വിധത്തിലുള്ള ചികിത്സാ പിഴവുകൾ ആ സ്ഥാപനത്തിന്റെ ഭാഗത്തു നിന്ന് ഉണ്ടാകുന്നു എന്നൊരു പരാതിയുണ്ട്. മലബാർ മേഖലയിൽ, പ്രത്യേകിച്ച് കോഴിക്കോട്, വയനാട്, മലപ്പുറം ജില്ലയിലെ ഒരു ലക്ഷക്കണക്കിന് ആളുകളുടെ ആശ്രയമായ ഒരു സർക്കാർ സ്ഥാപനമാണല്ലോ. എന്തുകൊണ്ടാണ് കോഴിക്കോട് തന്നെ ഇത്തരം സംഭവങ്ങൾ ആവർത്തിക്കപ്പെടുന്നത്? അതിലൊരു അസ്വാഭാവികതയുണ്ടോ ശ്രീ ലിജീഷ്? ഇല്ല, അങ്ങനത്തെ ഒരു അസ്വാഭാവികതയും ഇല്ല. ഇതിനകത്ത് നിങ്ങൾ ഈ പറഞ്ഞ വിഷയം വളരെ ഒറ്റപ്പെട്ട വിഷയങ്ങൾ മാത്രമാണ് ഉണ്ടാവുന്നത്. അല്ലാതെ ഒരു ഗവൺമെന്റ് മെഡിക്കൽ കോളേജിനെ ഈ രൂപത്തിൽ കുറ്റപ്പെടുത്താൻ ഭാഗത്തുള്ള ഒരു സംഭവം മെഡിക്കൽ കോളേജിനകത്ത് ഉണ്ടായിട്ടേ ഇല്ല. അതൊക്കെ ഇതിന്റെ ഭാഗമായി കൂട്ടിച്ചേർത്ത് പറയുന്നതാണ്. ഈ വിഷയത്തിലേക്ക് തന്നെ വന്നു കഴിഞ്ഞാൽ ഇപ്പോ ഈ പ്രാഥമികമായ അന്വേഷണത്തിന്റെ ഭാഗമായി പുറത്തു വരുന്ന വിഷയം ഇതിനകത്ത് ഒന്നുകിൽ ഷോർട്ട് സർക്യൂട്ടോ അല്ലെങ്കിൽ ബാറ്ററിക്കുള്ളിലുണ്ടായ സാങ്കേതികമായ പിഴവോ അല്ലെങ്കിൽ പ്രശ്നങ്ങളോ എന്നാണ് മന്ത്രി ഇന്ന് പറഞ്ഞിട്ടുള്ളത്. ഈ വിഷയത്തിനകത്ത് നമ്മൾ പരിശോധിക്കുന്ന സമയത്ത് അവിടെ ഹോസ്പിറ്റലിന്റെ മാനേജ്മെന്റിന്റെ ഭാഗത്തുനിന്നായാലും അല്ലെങ്കിൽ അതുമായി ബന്ധപ്പെട്ട് ഗവൺമെന്റിന്റെ ഭാഗത്തായാലും എന്തെങ്കിലും പിഴവ് വന്നോ എന്നല്ലേ പരിശോധിക്കേണ്ടത്. ഇതിന്റെ മെയിൻ്റനൻസ് വളരെ കൃത്യമായി നടക്കുകയാണ്. 6 മാസം കൂടുമ്പോൾ ഇത് കൃത്യമായി മെയിൻറ്റെയിൻ ചെയ്യണം. മെയിൻ്റനൻസ് വർക്കുകൾ നടത്തണം. അത് വളരെ കൃത്യതയോടെ ചെയ്തിട്ടുണ്ട്. അതിന്റെ രേഖകളെല്ലാം ഒന്ന് പരിശോധിച്ചു അവിടെ മന്ത്രി. വളരെ കൃത്യതയോടെ നടന്നിട്ടുണ്ട്. ഇതിന്റെ വാറണ്ടിന്റെ കാര്യങ്ങൾ പറഞ്ഞു. വാറണ്ടി ഇതൊന്നും നമ്മൾ നിസ്സാരമായി പറയുന്നതല്ല. ഒരു ടെക്നിക്കൽ വിഷയം വരുന്ന സമയത്ത് അതിനകത്ത് എന്തെങ്കിലും പിഴവ് പരിശോധിക്കുന്നതിൽ വന്നിട്ടുണ്ടോ എന്ന് നോക്കണ്ടേ. അതിനകത്ത് വന്നിട്ടില്ല. വാറണ്ടി ഉണ്ട്. മെയിൻ്റനൻസ് വളരെ കൃത്യമായി നടക്കുന്നു. UPS അതുമായി ബന്ധപ്പെട്ട കാര്യത്തിനകത്ത് കൃത്യതയോടെ കാര്യങ്ങൾ നടക്കുന്നു. അപ്പൊ എല്ലാം ആ രൂപത്തിൽ കൃത്യതയോടെ ഇത് കാര്യങ്ങളെല്ലാം നടന്നിട്ടുണ്ട്. പക്ഷേ ടെക്നിക്കൽ വിഷയമാണ്. നമുക്കറിയാം, എല്ലാം നമ്മളെ കൺട്രോളിൽ നിൽക്കുന്ന കാര്യങ്ങളല്ല. അതുമായി ബന്ധപ്പെട്ട സാങ്കേതികമായ എന്തെങ്കിലും പിഴവോ പ്രശ്നങ്ങളോ ചിലപ്പോൾ വന്നു ചേരാം. അതൊന്നും മനുഷ്യസഹജമായി ചിലപ്പോൾ നമുക്ക് പരിഹരിച്ചു എന്ന് വരാൻ കഴിയില്ല. പക്ഷേ ശ്രീ ലിജീഷ്, അവിടെ ഒരു സംശയം, ഒരു സാധാരണക്കാരൻ എന്ന നിലയിൽ ഒരാൾക്ക് തോന്നാവുന്ന ഒരു സംശയം, ഇതിപ്പോൾ നമ്മളിപ്പോൾ ഈ കോഴിക്കോട് മിഠായി തെരുവിൽ തീപിടുത്തമുണ്ടായതിന്റെ പല അനുഭവങ്ങൾ നമ്മൾ തന്നെ കണ്ടിട്ടുള്ളതാണ്. അങ്ങനെ പല വിധത്തിൽ ഇപ്പോൾ കോഴിക്കോട്ടെ തന്നെ പാളയം മാർക്കറ്റിൽ ഈ വിധത്തിലൊരു അപകടമുണ്ടായാൽ നമുക്ക് മനസ്സിലാക്കാം അത് ആ വിധത്തിലുള്ളൊരു സ്ഥലമാണ്. ഇതൊരു സർക്കാർ മെഡിക്കൽ കോളേജിന്റെ എമർജൻസി വാർഡാണ്. അതിന് അതിൻ്റെതായ പ്രാധാന്യം ഉണ്ടല്ലോ. അപ്പോൾ ഒരു സാങ്കേതിക പ്രശ്നം അല്ലെങ്കിൽ ഇതിന്റെ കടലാസുകളെല്ലാം കൃത്യമാണ്, ഇതിന്റെ പരിശോധനകളെല്ലാം നടന്നിരുന്നു, അന്ന് രജിസ്റ്ററിൽ എഴുതി വെച്ചിരുന്നു എന്ന് പറഞ്ഞ് മാത്രം ഒഴിയാൻ സാധിക്കുന്ന ഒരു വിഷയമാണല്ലോ. ഇത് ആളുകളിൽ ആശങ്കയുണ്ടാക്കുന്ന, ഭയമുണ്ടാക്കുന്ന ഒരു വിഷയമല്ലേ? അത് പരിഹരിച്ചതിന് പോകേണ്ടതല്ലേ? അല്ല, അതാ ഞാൻ പറഞ്ഞ ടെക്നിക്കൽ വിഷയം നമുക്ക് പരിഹരിച്ചേ പോകാൻ കഴിയുള്ളൂ. അത് പരിഹരിക്കാൻ ആവശ്യമായ ഇടപെടലാണ് നടക്കുന്നത്. അതാണ് ഞാൻ പറഞ്ഞത്. എല്ലാം നമുക്ക് മനുഷ്യ സാധ്യമായ കാര്യങ്ങളായിരിക്കില്ല. ഇതെല്ലാം പല ടെക്നോളജിയുടെ ഭാഗമായി പ്രവർത്തിക്കുന്ന കാര്യങ്ങളാണ്. മറ്റ് സംവിധാനങ്ങളിലൂടെ വരുന്ന കാര്യങ്ങളാണ്. അതെല്ലാം കൃത്യമായി പ്രോപ്പറായി നമ്മൾ കൈകാര്യം ചെയ്തു പോകുന്നുണ്ട്. പക്ഷെ ഇത്തരം വിഷയങ്ങൾ ചില സമയത്ത് ഉണ്ടാകുന്നു. അത് ആ സമയത്ത് പരിശോധിക്കുക, ഇടപെടുകയല്ലേ നമുക്ക് ചെയ്യാൻ കഴിയുക. ഇതിലെ ഗവൺമെന്റിന്റെ ഭാഗത്തുനിന്നോ അവിടുത്തെ ഹോസ്പിറ്റൽ അധികൃതരുടെ ഭാഗത്തുനിന്നോ എന്തെങ്കിലും വീഴ്ചയുണ്ടെങ്കിൽ അത് ചൂണ്ടിക്കാണിക്കാം. അത് നമുക്ക് വീഴ്ചയുണ്ടെങ്കിൽ, പോരായ്മ ഉണ്ടെങ്കിൽ നമുക്ക് സ്വാഭാവികമായി ഇടപെടേണ്ട വിഷയമാണ്. ഇതാ വിഷയം ഇത്ര മണിക്കൂറുകൾ പിന്നിട്ടും നിങ്ങൾ അന്വേഷണാത്മകമായ പത്രപ്രവർത്തനവും ദൃശ്യമാധ്യമ പ്രവർത്തനവും എല്ലാം നടത്തിയിട്ടും ഇതുമായി ബന്ധപ്പെട്ട എന്തെങ്കിലും പോരായ്മ, ഈ എക്യുപ്മെന്റുമായി ബന്ധപ്പെട്ടോ ഈ സ്ഥാപനവുമായി ബന്ധപ്പെട്ടോ എന്തെങ്കിലും പോരായ്മ ആർക്കെങ്കിലും ചൂണ്ടിക്കാണിക്കാൻ കഴിയും? പക്ഷെ അവിടെ വരുന്ന പ്രധാനപ്പെട്ട ആരോപണങ്ങളിൽ, ചോദ്യങ്ങളിൽ ഒന്ന്, ഇതിപ്പോൾ ഈ ആളുകളെ മാറ്റുന്ന, രോഗികളെ മാറ്റുന്ന, ഇതിപ്പോൾ ഈ മരിച്ചുപോയ ആളുകളൊന്നും ഈ പുക ശ്വസിച്ചല്ല എന്നുള്ള സയന്റിഫിക് റിപ്പോർട്ടാണ് പ്രാഥമികമായി പുറത്തു വന്നിരിക്കുന്നത്. അങ്ങനെ ഇരിക്കെ തന്നെ ആളുകളെ ഇവാക്യുവേറ്റ് ചെയ്യുക എന്നുള്ളതാണല്ലോ ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം. മുഖ്യമന്ത്രി പറഞ്ഞ പോലെ തുടക്കത്തിൽ ആ ഇവാക്യുവേറ്റ് ചെയ്യുന്ന സമയത്ത് ഒരു സമയനഷ്ടം ഉണ്ടാകാൻ പ്രധാനപ്പെട്ട കാരണമായി ആരോപിക്കപ്പെടുന്നത് രാഷ്ട്രീയ പാർട്ടികൾ, DCC പ്രസിഡന്റ് തന്നെ അദ്ദേഹത്തിന്റെ ആരോപിച്ച ഒരു പ്രധാനപ്പെട്ട കാര്യം, ഈ കെട്ടിടത്തിന്റെ നിർമ്മാണവുമായി ബന്ധപ്പെട്ട് നേരത്തെയും അപാകതകൾ ഉണ്ടായിരുന്നു, അത് ചൂണ്ടിക്കാട്ടിയതാണ്. പക്ഷെ അത് പരിഹരിക്കാത്തത് കൊണ്ടാണ് എമർജൻസി എക്സിറ്റുകൾ ഇല്ലായിരുന്നു. അതുൾപ്പെടെ ഒരു വാതിലിലൂടെ മാത്രമാണ് പുറത്തേക്ക് വരാൻ സാധിച്ചത്. ഇതുൾപ്പെടെ ഈ രക്ഷാപ്രവർത്തനത്തെ വൈകി ഭാഗ്യവശാൽ കൂടുതൽ ജീവൻ നഷ്ടമാകുന്ന ഒരു സാഹചര്യം, അല്ലെങ്കിൽ ഇതുമൂലം ജീവൻ നഷ്ടമാകുന്ന സാഹചര്യം ഉണ്ടായില്ല എങ്കിൽ പോലും അതൊരു ഗുരുതരമായ പ്രശ്നമല്ലേ എന്നുള്ളതാണ് ഉയരുന്ന ചോദ്യം.
അല്ല, DCC പ്രസിഡന്റ് നേരത്തെ ഉന്നയിച്ച വിഷയം ഞാൻ നേരത്തെ പറഞ്ഞതാണ്. ഇത്തരം വിഷയങ്ങൾ ഉണ്ടാകുമ്പോൾ നമ്മൾ ഇതിനകത്ത് രാഷ്ട്രീയമായ ഇടപെടൽ നടത്തുകയല്ല വേണ്ടത്. ഒരു ദുരന്തം വരുന്ന സമയത്ത് അതുമായി ബന്ധപ്പെട്ടുള്ള ഇടപെടലാണ്. ഇത് തുടക്കത്തിലാണ്. നിങ്ങൾ പറഞ്ഞ DCC പ്രസിഡന്റ് ആക്ഷേപം ഉന്നയിച്ചു എന്ന് പറഞ്ഞാൽ ഈ സംഭവം നടന്നതിന്റെ തൊട്ട് മണിക്കൂറുകൾക്ക് ശേഷമാണ് ഇതെല്ലാം പറഞ്ഞുകൊണ്ടിരിക്കുന്നത്. ഇതുമായി ബന്ധപ്പെട്ട് കൃത്യമായ വിവരത്തിന്റെ അടിസ്ഥാനത്തിലോ മറ്റോ ആണെങ്കിൽ നമുക്ക് പറയാം. ഇതല്ല. എവിടെയെങ്കിലും എന്തെങ്കിലും വിഷയം കിട്ടിയാൽ അതെല്ലാം രാഷ്ട്രീയമാക്കി മാറ്റുകയും ഗവൺമെന്റിനെതിരായി തിരിച്ചുവിടാൻ പറ്റുമോ എന്ന് ഗവേഷണം നടത്തുകയും ചെയ്യുന്നത് അത് പ്രോത്സാഹിപ്പിക്കപ്പെടാനേ പാടില്ല. അത് പിന്നീട് വരുന്ന കാര്യങ്ങളാണ്. ഞാൻ പറഞ്ഞു, പിന്നീട് നിങ്ങൾക്ക് അന്വേഷണം നടത്തുകയോ പോരായ്മ പറ്റുമോ ഇത്തരം വിഷയങ്ങൾ ഗവൺമെന്റ് ഭാഗത്ത് വന്നുകൊണ്ട് ശ്രദ്ധയപ്പെടുത്താൻ ഒന്നും പ്രശ്നമില്ല. അതൊക്കെ വളരെ പോസിറ്റീവായി സമീപനം സ്വീകരിക്കുന്ന ഗവൺമെന്റാണ് ഇവിടുത്തേത്. പക്ഷെ ഇതൊന്നും കാണാതെ തെറ്റായ വാദഗതികൾ ഉന്നയിക്കുക. ഇപ്പൊ എമർജൻസി എക്സിറ്റിന്റെ കാര്യം നിങ്ങൾ അവിടെ പോയി നോക്കിക്കോളൂ. നിങ്ങളുടെ ലേഖകന്മാർ പോയി നോക്കട്ടെ. ഈ പറഞ്ഞ ആക്ഷേപം അവിടെ നിലനിൽക്കുന്നതാണ്. ഞാൻ മനസ്സിലാക്കിയത് ഇന്ന് പ്രിൻസിപ്പൽ ഇതുമായി ബന്ധപ്പെട്ട് പത്രസമ്മേളനം നടത്തി പറഞ്ഞിട്ടുണ്ട്. അവിടെ 3 എമർജൻസി വാതിലുകളുണ്ട്, അതെല്ലാം ഓപ്പൺ ആണ്. അവിടെ മാധ്യമപ്രവർത്തകരോട് തന്നെ പറഞ്ഞു അവർ, നിങ്ങൾ പോയി നോക്കൂ, അവിടെ എവിടെയും പ്രതിസന്ധികൾ വന്നിട്ടില്ല. മാത്രമല്ല യുദ്ധകാല അടിസ്ഥാനത്തിലാണ് ഇവരെല്ലാം ഒഴിപ്പിച്ചത്. നിങ്ങൾ മനസ്സിലാക്കേണ്ടത്, ഇത്തരം ഒരു ദുരന്തം ഉണ്ടായി കഴിഞ്ഞാൽ നിരവധി പേർ മരണപ്പെടാൻ സാധ്യതയുണ്ട്. എന്നാൽ ഒരാളെ പോലും മരണത്തിന് വിട്ടുകൊടുക്കാതെ എന്തുമാത്രം കാര്യക്ഷമമായാണ് ആ ഹോസ്പിറ്റലിനകത്തെ അവിടുത്തെ പ്രൊഫസർമാരായാലും അവിടുത്തെ സ്റ്റാഫുകളായാലും അവിടുത്തെ വളണ്ടിയർമാരായാലും പൊതുപ്രവർത്തകരായാലും എല്ലാവരും ഇടപെട്ട് നിങ്ങൾ നോക്കൂ. ഒരാളെ പോലും മരണത്തിന് വിട്ടുകൊടുത്തിട്ടില്ല. അവിടെ എല്ലാവരും ആംബുലൻസുമായി എത്തി. എന്താണ് ആവശ്യപ്പെട്ടത് അതെല്ലാം കൊണ്ടുകൊടുത്തു. ആ നിലയിലേക്ക് മാറ്റം വരുത്തിയില്ലേ? ഈ പറയുന്ന വെന്റിലേറ്ററിൽ നിന്ന് മാറ്റുന്ന ഉൾപ്പെടെ പോർട്ടബിൾ ആയിട്ടുള്ള സംവിധാനത്തിലൂടെയാണ് മാറ്റിയത്, എടുത്തു മാറ്റി കൊണ്ടുപോയതല്ല. ഇതൊക്കെ ആക്ഷയം പറയാണ്. പോർട്ടബിൾ ആയിട്ടുള്ള വെന്റിലേറ്ററിലൂടെയാണ് മാറ്റിയിട്ടുള്ളത്. അത് മാത്രമല്ല, ഓക്സിജൻ വേണ്ടവർക്ക് അതുമായി ബന്ധപ്പെട്ട സംവിധാനങ്ങൾ കൊടുത്തുകൊണ്ട് തന്നെയാണ് മാറ്റിയത്. അതുകൊണ്ടാണ് ആരും മരണപ്പെടാതിരുന്നത്. അവിടെ ഇപ്പൊ ഇത് പറഞ്ഞ കാര്യത്തിൽ തന്നെ 151 പേഷ്യൻസ് ആണ് അവിടെ ഉണ്ടായിരുന്നത്. അതിനകത്ത് 114 പേരെയും കോഴിക്കോട് മെഡിക്കൽ കോളേജ് തന്നെയാണ് ഇപ്പൊ കൈകാര്യം ചെയ്തിട്ടുള്ളത്. അതിനുള്ള സംവിധാനം ദ്രുതഗതിയിൽ ഉണ്ടാക്കി. മറ്റു 37 പേരെയാണ് മറ്റു ഹോസ്പിറ്റലിലേക്ക് പോകാനുള്ള സംവിധാനം ഉണ്ടാക്കിയത്. അതിൽ തന്നെ കൂടുതൽ ബീച്ച് ഹോസ്പിറ്റലിലാണ്. അവിടെ പ്രത്യേകമായ സംവിധാനം ഉണ്ടാക്കി. അങ്ങനെ എങ്ങനെയൊക്കെയാണ് ഒരു ഗവൺമെന്റും അവിടുത്തെ ഹോസ്പിറ്റൽ മാനേജ്മെന്റും അവിടുത്തെ പ്രൊഫസർമാരും ഡോക്ടർമാരും എല്ലാം ഇടപെടേണ്ടത്? അവരെല്ലാം യുദ്ധകാലാടിസ്ഥാനത്തിൽ എങ്ങനെയൊക്കെയാണോ പ്രവർത്തിക്കേണ്ടത് അങ്ങനെയെല്ലാം പ്രവർത്തിച്ചില്ലേ? അതൊന്നും കാണാതെ ഇതിനകത്ത് എന്തെങ്കിലും തെറ്റായ രാഷ്ട്രീയ നേട്ടം ഉണ്ടാക്കാൻ കഴിയുമോ, ഗവൺമെന്റിനെതിരെ ഇതെല്ലാം തിരിച്ചുവിടാൻ കഴിയുമോ എന്ന് പറയുന്ന ആളുകളെടുത്ത് എന്തിനാണ് നമ്മൾ മുഖം കൊടുക്കേണ്ട കാര്യം? ഇതെല്ലാം തള്ളിക്കളയാണ് വേണ്ടത്, അവജ്ഞതയോടെ തള്ളിക്കളയാണ് വേണ്ടത്. പോസ്റ്റ്മോർട്ടം റിപ്പോർട്ട് പ്രശ്നം എന്താണെന്നറിയോ? ഇതിപ്പോൾ സാധാരണക്കാർ വളരെ ഏറ്റവും പ്രധാനമായി ചൂണ്ടിക്കാട്ടുന്ന ഒരു ആശുപത്രിയാണല്ലോ. നമ്മുടെ സർക്കാർ സംവിധാനങ്ങൾ വളരെ സാധാരണക്കാരായ ആളുകൾ, നിരാലംബരായിട്ടുള്ള ആളുകൾ കൂടുതലായി എത്തുന്ന ഒരു ആശുപത്രിയാണ്. അപ്പോൾ അത്തരമൊരു ആശുപത്രിയിൽ ഉണ്ടായിട്ടുള്ള ഇത്തരമൊരു സംഭവം അത് പല വിധത്തിലുള്ള പ്രചരണം ഉണ്ടാകും. അതിൽ മുതലെടുക്കാൻ താങ്കൾ പറയുന്നതനുസരിച്ച് പല ആളുകൾ ഉണ്ടാകാം, രാഷ്ട്രീയ പാർട്ടികൾ ഉണ്ടാകാം, എതിർ രാഷ്ട്രീയ പാർട്ടികൾ ഉണ്ടാകാം, അല്ലെങ്കിൽ സ്വകാര്യ ലോബികൾ ഉണ്ടാകാം. അങ്ങനെ പല വിധത്തിലുള്ള താല്പര്യങ്ങൾ ഈ വിഷയത്തിൽ ഉണ്ടാകാൻ സാധ്യതയുണ്ടല്ലോ. അപ്പോൾ അത്തരം കാര്യങ്ങളെ ഫലപ്രദമായി പ്രതിരോധിക്കുന്നതിനും ഈ സ്ഥാപനത്തിന്റെ അല്ലെങ്കിൽ കേരളത്തിന്റെ ആരോഗ്യ സംവിധാനത്തിന് മുകളിൽ സാധാരണക്കാരായ മനുഷ്യർക്ക് ഏതെങ്കിലും തരത്തിലുള്ളൊരു അവിശ്വാസം വരാതിരിക്കുന്നതിനുള്ള കൃത്യമായ നടപടികൾ ആരോഗ്യ വകുപ്പ് ഇതിനോടകം തന്നെ സ്വീകരിച്ചു എന്ന് ഉറപ്പിക്കാനാകിയിട്ടുണ്ടോ? തീർച്ചയായും ആളുകൾക്ക് അല്ലെങ്കിൽ പാവപ്പെട്ട രോഗികൾക്ക് ഒരാശങ്കയുടെ അടിസ്ഥാനമേ ഇല്ല. ഇപ്പൊ മെഡിക്കൽ കോളേജ് ആവട്ടെ, ഹോസ്പിറ്റലാവട്ടെ, ഈ കഴിഞ്ഞ LDF ഗവൺമെന്റിന്റെ കാലത്ത് തുടർച്ചയായി ചെയ്തുകൊണ്ടിരിക്കുന്ന കാര്യം എന്തെന്ന് ആളുകൾക്ക് അറിയുന്ന കാര്യമല്ലേ? അത്രമാത്രം വികസന പ്രവർത്തനങ്ങളും അത്രമാത്രം കെട്ടിടങ്ങളുടെ വിപുലീകരണങ്ങളായാലും അതുപോലെ മറ്റ് സംവിധാനങ്ങൾ ഏർപ്പെടുത്തുന്ന കാര്യത്തിലായാലും എല്ലാം വളരെ ഇടപെട്ട ഗവൺമെന്റാണിത്. അതുകൊണ്ട് കോഴിക്കോട് മെഡിക്കൽ കോളേജ് പ്രത്യേകിച്ചും, ഞങ്ങളെല്ലാം കോഴിക്കോടുള്ളവരാണ്. കോഴിക്കോട് മെഡിക്കൽ കോളേജിനകത്ത് ഏതാണ്ട് 5 ജില്ലയിൽ വരുന്ന ആളുകൾ വരുന്ന സ്ഥലമാണ്. അത്രയേറെ വികസന പ്രവർത്തനം നടന്നിരിക്കുന്നു. ഇവിടെ ഈ ബിൽഡിംഗ് തന്നെ നിങ്ങൾക്കറിയാം, പുതുതായി വന്ന ബിൽഡിംഗ് ആണ്. അത്രയും സംവിധാനങ്ങളോടുകൂടെ വന്ന ബിൽഡിംഗ് ആണ്. അങ്ങനെ ഇപ്പൊ കോഴിക്കോട് മെഡിക്കൽ കോളേജിന്റെ പഴയ അവസ്ഥയൊന്നല്ല. ഇപ്പോ അവിടെ പോയി നോക്കിയാൽ അറിയാം, അത്രയേറെ മാറ്റങ്ങൾ വന്നിരിക്കുന്നു. അതുകൊണ്ട് പാവപ്പെട്ട രോഗികളെല്ലാം അവിടെ തന്നെയാണ് സമീപിക്കാറുള്ളത്. അവിടെ ഏറ്റവും വില കുറഞ്ഞും മറ്റു സംവിധാനങ്ങളും എല്ലാം ക്രമീകരണം ഉണ്ടാക്കിയിട്ടുണ്ട്. ഒരാശങ്കയ്ക്കും ആർക്കും അടിസ്ഥാനമില്ല. വളരെ ചുരുങ്ങിയ ദിവസം കൊണ്ട് ഈ സംവിധാനത്തിലേക്ക് തന്നെ, ഈ അത്യാഹിത സംവിധാനത്തിലേക്ക് തന്നെ മെഡിക്കൽ കോളേജ് മാറും. അതിന്റെ പോലീസ് അന്വേഷണവും സയന്റിഫിക്കായ അന്വേഷണവും എല്ലാം വളരെ വേഗം പൂർത്തീകരിക്കാനുള്ള നിർദ്ദേശം ഗവൺമെന്റ് കൊടുത്തിട്ടുണ്ട്. വളരെ വേഗം ഇതിലേക്ക് ഷിഫ്റ്റ് ചെയ്യാൻ ആവശ്യമായ ഇടപെടലാണ് നടത്തുന്നത്. ഒരാശങ്കയ്ക്കും അടിസ്ഥാനമില്ലാത്ത നിലയിലേക്ക് ഈ ഗവൺമെന്റ് ഇടപെടൽ നടത്തിക്കൊണ്ടിരിക്കുന്നു. അത് പരിഹരിച്ച് തന്നെ മുമ്പോട്ട് പോകും.
ശ്രീ ലിജീഷ്, അവസാനമായി ഒരൊറ്റ ചോദ്യം കൂടി. ഇതിപ്പോൾ താങ്കൾ പറഞ്ഞതുപോലെ തന്നെ ഇതിന്റെ ടെക്നിക്കൽ കാര്യങ്ങളെല്ലാം ഓക്കെയാണ്, ഇതിന്റെ കടലാസുകൾ ഓക്കെയാണ്, പരിശോധനകൾ നടത്തി എന്നുള്ള കാര്യങ്ങളെല്ലാം മന്ത്രി വീണ ജോർജ് വാർത്താ സമ്മേളനത്തിൽ പറഞ്ഞത് നമ്മളെല്ലാം തന്നെ കേട്ടതാണ്. താങ്കൾ അത് കോട്ട് ചെയ്യുകയും ചെയ്തു. അപ്പോഴും ഇതിലൊരു കാരണം ഉണ്ടാകില്ല എന്നുള്ള ചോദ്യമാണ്. ടെക്നിക്കൽ ആണെങ്കിൽ പോലും അതിന് കൃത്യമായ പരിപാലന സംവിധാനങ്ങൾ ഉണ്ടല്ലോ. ആ പരിപാലന സംവിധാനങ്ങളിൽ ഏതെങ്കിലും ഒന്നിന്റെ കുറ്റമാകാനുള്ള സാധ്യത അവിടെ നിലനിൽക്കുന്നില്ലേ? കാരണം ഏതൊരു അപകടത്തിന് പിന്നിലും ഒരു കാരണമുണ്ടാകും, ഒരു കാരണക്കാരൻ ഉണ്ടാകുമല്ലോ. അങ്ങനെയെങ്കിൽ 24 മണിക്കൂർ പിന്നിടുകയാണല്ലോ. ഇതിൽ ഒരു വൈകൽ ഉണ്ടായി എന്ന ആക്ഷേപം ഏതെങ്കിലും കോണിൽ നിന്ന് ഉയർന്നാൽ അത് കൃത്യമായി തന്നെ മുന്നോട്ട് പോകുമെന്ന് പറയാനുള്ള പ്രധാനപ്പെട്ട പോയിന്റുകൾ എന്തൊക്കെയാണ്? ഇല്ല, അങ്ങനെയില്ല. ഇതുമായി ബന്ധപ്പെട്ട് ഇന്നലെ വൈകിട്ടാണ് ഈ സംഭവം ഉണ്ടായിട്ടുള്ളത്, രാത്രിയാണ് സംഭവം ഉണ്ടായിട്ടുള്ളത്. അതിനുശേഷം തന്നെ ഇലക്ട്രിക്കൽ വിങ്ങും അതുപോലെ PWD വിങ്ങിന്റെ ഇലക്ട്രിക്കൽ വിങ്ങും അതുമായി ബന്ധപ്പെട്ടെല്ലാം അന്വേഷണം നടത്തിക്കൊണ്ടിരിക്കുകയാണ്. ശാസ്ത്രീയമായ കാര്യങ്ങൾ അവർ പരിശോധിച്ചുകൊണ്ടിരിക്കുകയാണ്. നിങ്ങൾ ഈ പറഞ്ഞതുപോലെ തന്നെ ഇതിനകത്ത് എന്തെങ്കിലും തരത്തിലുള്ള തെറ്റായ സംവിധാനങ്ങൾ വന്നിട്ടുണ്ട്, അല്ലെങ്കിൽ ടെക്നിക്കൽ പ്രോബ്ലത്തിനകത്ത് എന്തെങ്കിലും സംവിധാനം ഉണ്ട്, അതെല്ലാം പരിശോധനയോട് പുറത്തു വരേണ്ടതാണ്. അത് പരിശോധനയിലൂടെ പുറത്തു വരും എന്ന് തന്നെയാണ് നമ്മൾ പ്രതീക്ഷിക്കുന്നത്. അതുമായി ബന്ധപ്പെട്ട എല്ലാ തരത്തിലുള്ള അന്വേഷണവും ഈ ഗവൺമെന്റ് ഇപ്പൊ നടക്കുന്നത്. അതാണ് പറഞ്ഞ വ്യത്യസ്തമായ അന്വേഷണങ്ങൾ നടക്കുന്നുണ്ട്. പരാതി വന്നതിനെ സംബന്ധിച്ച് അന്വേഷണം നടക്കുന്നുണ്ട്, കേസ് രജിസ്റ്റർ ചെയ്ത് FIR ഇട്ടിട്ടുണ്ട്, പ്രത്യേക മെഡിക്കൽ സംഘം രൂപീകരിച്ചിട്ടുണ്ട്. ഇത് PWD എഞ്ചിനീയറിംഗ് വിഭാഗം അതുപോലെ സയന്റിഫിക് സംവിധാനം ഏർപ്പെടുത്തേണ്ട ആ രൂപത്തിൽ കൈകാര്യം ചെയ്യുന്നുണ്ട്. എങ്ങനെയൊക്കെയാണോ ഇത്തരം വിഷയങ്ങൾ കൈകാര്യം ചെയ്യുന്നത് അതെല്ലാം ആ രൂപത്തിൽ മന്ത്രി തന്നെ നേരിട്ട് വന്നു, PWD മിനിസ്റ്റർ നേരിട്ട് വന്നു. ആ നിലയിലെല്ലാം യുദ്ധകാലാടിസ്ഥാനത്തിൽ അവിടെയുള്ള ഇടപെടൽ നടക്കുന്നുണ്ട്. അത്തരം വിഷയങ്ങൾ എന്താണോ ഇതിനകത്ത് വന്ന പ്രശ്നം എന്ന് മനസ്സിലാക്കി തൊട്ടടുത്ത ദിവസം തന്നെ റിപ്പോർട്ട് സമർപ്പിക്കുകയും അതുമായി ബന്ധപ്പെട്ട് ഗവൺമെന്റ് പരിശോധന നടത്തുകയും ചെയ്യും. അതുകൊണ്ട് ഒരു ആശങ്കയ്ക്കും ഇതിന്റെ അടിസ്ഥാനമില്ല. നിലവിൽ പ്രാഥമികമായി ഇതിനകത്ത് അത്തരത്തിലുള്ള സംവിധാനത്തിൽ പോരായ്മ വന്നിട്ടില്ലെന്നാണ് ഇന്നിപ്പോ പറഞ്ഞിട്ടുള്ളത്. ഇനി മറ്റു വിഷയങ്ങൾ കൂടുതൽ അന്വേഷണം നടത്തിയാലേ നമുക്ക് പുറത്തു വരികയുള്ളൂ. ആ സമയത്ത് ഗവൺമെന്റ് അതുമായി ബന്ധപ്പെട്ട കാര്യങ്ങൾ മുന്നോട്ട് നീക്കുകയും ചെയ്യും. ഓക്കെ, വളരെ നന്ദി. ശ്രീ LG ലിജീഷ്, CPIMന്റെ പ്രതിനിധിയാണ് നമ്മളോട് സംസാരിച്ചത്. കോഴിക്കോട് മെഡിക്കൽ കോളേജിൽ അത്യാഹിത വിഭാഗ ബ്ലോക്കിൽ ഉണ്ടായ തീപിടുത്തത്തിൽ കൃത്യമായ നടപടികൾ ആണ് ഇപ്പോൾ നടക്കുന്നത് എന്നുള്ളതാണ് CPIMന്റെ വാദമുഖമായി പോയിന്റായി അദ്ദേഹം ചൂണ്ടിക്കാട്ടുന്നത്.